ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോണ മരിയ ബിച്ചു. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമുക്ക് കൊറിയൻ വേഴ്സസ് ഇന്ത്യൻ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ആകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം റിസൾട്ട് ഒക്കെ എങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ഒട്ടും താമസിക്കാതെ തന്നെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യം ഇവിടെ കൊറിയൻ ഫേസ് പാക്ക് ഉണ്ടാക്കാം. കൊറിയൻ ഫേസ് പാക്കിനായിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത്രയും അരിപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം നമുക്കിവിടെ ഒത്തിരി അരിപ്പൊടിയുടെ ആവശ്യം വരുന്നില്ല, കാരണം ഫേസിൻ്റെ ഒരു സൈഡിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഫൗണ്ടേഷനും പോട്ട് അരിപ്പൊടി എടുത്തിട്ടുള്ളൂ. ഫൗണ്ടേഷൻ എന്നൊക്കെ പറയാൻ വരുന്നു, അപ്പോൾ അരിപ്പൊടി കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇത്രയും അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ പാലാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതാ 1 സ്പൂൺ പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും മതിയാവും മിക്സ് ചെയ്യാൻ, ഇത് തന്നെ കൂടുതലാണെന്ന് തോന്നുന്നു. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു, അരിപ്പൊടി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഇന്ത്യൻ ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഇന്ത്യൻ ഫേസ് പാക്കിനായിട്ട് ഞാനിവിടെ മിൾട്ടാണി മിൽട്ടിയാണ് ആദ്യം എടുക്കണം. മിൾട്ടാണി മിൽട്ടി നമുക്ക് ആദ്യം കുറച്ച് ചേർക്കാം. ഇത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ, ഒരു സൈഡ് ഇടാനില്ലേ, ഇത് തന്നെ ധാരാളമായിരിക്കും. അപ്പം കുറച്ച് മിൾട്ടാണി മിൽട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് ഇതാ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം റോസ് വാട്ടറും ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇന്ത്യൻ ഫേസ് പാക്കും അതുപോലെ തന്നെ കൊറിയൻ ഫേസ് പാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫേസിൻ്റെ റൈറ്റ് സൈഡിൽ ഞാനിവിടെ നമ്മുടെ ഇന്ത്യൻ ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എനിക്കിത് എൻ്റെ റൈറ്റ് സൈഡാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പം ലെഫ്റ്റ് സൈഡായിരിക്കും. അപ്പം റൈറ്റ് സൈഡിൽ ഞാൻ ഈ ഒരു ഇന്ത്യൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി കൊടുത്തായിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഈ സൈഡിലായിട്ട്, എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഇന്ത്യൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുവാണ്. റോസ് വാട്ടർ, ഇതെന്താണ് ഈ റോസ് വാട്ടർ ഇങ്ങനെ ഇരിക്കുന്നത്? പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ റോസ് വാട്ടർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടപ്പം ഈ ഫേസ് പാക്ക് എന്തോ പോലെ ആയിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് എങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കണ്ടോ? എന്താണേലും നമുക്ക് മുഴുവൻ ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഫേസിൻ്റെ ഒരു സൈഡിലായിട്ട് ഇന്ത്യൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിൽ കൊറിയൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവേ. കൊറിയൻ ഫേസ് പാക്ക് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഒരു ഭാഗത്തിന് തന്നെയാണ് ഈ ഒരു ഫേസ് പാക്ക് കിട്ടിയിട്ടുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ഇത് എൻ്റെ റോസ് വാട്ടറിൻ്റെ കുഴപ്പമാണോ എന്നാണ് എൻ്റെ സംശയം. അപ്പം ഇതാ ഹാഫ് പോർഷനിൽ ഞാൻ കൊറിയനും ഹാഫ് പോർഷനിൽ ഞാൻ ഇന്ത്യൻ ഫേസ് പാക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വരാവേ. എൻ്റെ ഫേസ് നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒട്ടും താമസിക്കാതെ നമുക്കിതൊന്ന് എന്താ പറയുക, ഇത് നമുക്കൊന്ന് വാഷ് ഔട്ട് ചെയ്ത് ചെയ്യാം. നമുക്ക് ലൈവായിട്ട് തന്നെ വാഷ് ചെയ്യാം. ഞാനിവിടെ ഒരു ടവലാണ് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു പാത്രത്തിൻ്റെ അകത്ത് വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വൈപ്പ് ചെയ്യാം അല്ലേ. അതേ വൈപ്പ് ചെയ്ത് നോക്കാം. അപ്പം ആദ്യം ഇന്ത്യൻ്റെ ഭാഗത്ത് തന്നെ ഒന്ന് വൈപ്പ് ചെയ്യാം. ഇന്ത്യൻ്റെ സൈഡ് ഇതാ ഇവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഫേസ് പാക്കിൻ്റെ റിസൾട്ട് ഇതാണ്. ഇനി നമുക്ക് കൊറിയൻ നോക്കാം. അപ്പം അതാ ഞാൻ 2 സൈഡിലും ഏകദേശം ഞാനിവിടെ 2 സൈഡും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡും വാഷ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല കേട്ടോ ഇത് കണ്ടിട്ട്. ഞാൻ ഇനി ഒന്ന് മിററിൽ നോക്കിയിട്ട് വരട്ടെ. ഇപ്പം 2 സൈഡിലെ റിസൾട്ട് എനിക്ക് ഏകദേശം ഒരുപോലെയാണെന്നാണ് തോന്നിയത്. പ്രത്യേകിച്ച് എനിക്ക് ഒരു മാറ്റവും തോന്നിയിട്ടില്ല. 2 സൈഡ് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്.
അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇന്ത്യൻ ഫേസ് പാക്ക് ഇട്ട വശമാണ്, ഇത് നമ്മൾ കൊറിയൻ ഫേസ് പാക്ക് ഇട്ട വശമാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പം നമ്മുടെ ഈ ഒരു ചലഞ്ചും കൊണ്ട് ഒരു എന്താ പറയുന്നത്, ഒരു മാറ്റവും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ദിവസം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ടും വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.